ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പാർട്ട് 2 വീഡിയോ, അതായത് നമ്മുടെ സ്പിരിച്വൽ അവേക്കനിങ് പാർട്ട് 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഏതൊക്കെ ചക്രാസ് ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന്. ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഒരു വീഡിയോ കുറച്ച് നേരം പ്ലേ ചെയ്യാം. നിങ്ങൾ ഈ പറയുന്ന സാധനം വീഡിയോ ഓണാക്കിയിട്ട് കണ്ണടച്ചിട്ട് ആ വീഡിയോസിനകത്ത് വരുന്ന സൗണ്ട് നിങ്ങളുടെ ബോഡിയിലോട്ട് വരുന്നതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്പെസിഫിക് സൗണ്ട്, ഇപ്പം ലംബം, ഓം, അങ്ങനത്തെ കുറച്ച് സൗണ്ട്സ്, ഇതൊക്കെ ചക്രാസിൻ്റെ സൗണ്ട്സാണ്, എനർജീസ് ചെയ്യാനുള്ള, ആക്ടിവേറ്റ് ചെയ്യാനുള്ള സൗണ്ട്സാണ്. ഏത് സൗണ്ട് നിങ്ങളുടെ ബോഡിയായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ കണ്ട് ആ ഒരു സ്പെസിഫിക് ചക്രാസ് അറിയാലോ, 7 ചക്രാസിൽ ഒരു സ്പെസിഫിക് ചക്രാസ്, അവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു എനർജി, ഒരു ഫീലിങ്സ് കിട്ടും. ഏത് ഫീലിങ്സ് കിട്ടുന്നു അതിനർത്ഥം ആ ചക്ര ആക്റ്റീവ് ആണെന്നാണ്. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ ഏത് സൗണ്ടാണ് മാച്ചിങ് ആ വീഡിയോയിൽ, ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയിട്ട് ഏത് സൗണ്ടാണ് മാച്ചിങ് എന്ന് നോക്കുക. അപ്പോൾ 7 ചക്രനകത്ത് ഏതാണോ മാച്ചിങ് ആയിട്ടുള്ളത് ആ ചക്ര ആയിരിക്കുള്ളൂ, ആ സൗണ്ട് ആയിരിക്കുള്ളൂ ആ ചക്രയുടെ സൗണ്ട്. മീൻസ് ആ ചക്ര ആക്റ്റീവ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അപ്പം നമ്മൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ചക്രാസിനെ നമ്മൾ ആക്റ്റീവ് ആക്കണം. ഈ ചക്രാസിനെ ആക്റ്റീവ് ആക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന സൗണ്ട്സ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചക്രാസിനെ ആക്റ്റീവ് ആക്കാം, പക്ഷേ ടൈം ഫ്രെയിം എടുക്കും. പിന്നെ യോഗ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കും. പിന്നെ നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം സ്പിരിച്വാലിറ്റി സിംപ്ലിഫൈ ആയിട്ട് എത്തിക്കണം. എല്ലാം പറഞ്ഞ് നിങ്ങളോട് കൺഫ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് ലെങ്തി വീഡിയോസ് എടുക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്.